My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ തുജ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയത്. ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഭാഗത്ത് തുജയെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് ശ്രമിക്കാം. സോണ അറൗണ്ട് ദ ചെസ്റ്റ്, herpetic eruptions everywhere, here and there, like sepia, herpes labialis and purpurealis. അപ്പോൾ ചെസ്റ്റിലും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ തിണർപ്പ്, ചുവന്ന നിറത്തിൽ ചൊറിഞ്ഞ തടിപ്പ്, അങ്ങനെയുള്ള സ്കിൻ പ്രശ്നങ്ങൾ ത്വചയിലുണ്ട്. ഹെർപ്പസ് ലാബിയാലിസ്, പെർപൂഷിയാലിസ് അങ്ങനെയുള്ള സ്കിൻ പ്രശ്നങ്ങളും ഉണ്ട്. സോണ ഈസ് എ ഹെർപ്പറ്റിക് ഫോർമേഷൻ. ഗ്രേറ്റ് വെസിക്കുലർ പാച്ചസ് കം ഔട്ട് upon the body called shingles. Here we should compare tuja, rustox, graphitis, cali hydroidicum and mesothelium. അപ്പോൾ ഈ സോണയെക്കുറിച്ച് പറയുന്നത് ഹെർപ്പറ്റിക് ഫോർമേഷൻ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരാം. ഈ ഒരു അവസ്ഥയെ തുജയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് റസ്റ്റോക്സ്, ഗ്രാഫൈറ്റീസ്, കാലി ഹൈഡ്രോഡിയം, മെസോഥീലിയം. ദിസ് കണ്ടീഷൻ ഈസ് അറ്റൻഡഡ് വിത്ത് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് സഫറിങ് ആൻഡ് ന്യൂറോളജിക് പെയിൻസ്. ഈ ഒരു അവസ്ഥയോടൊപ്പം തന്നെ അല്ലാതെ ന്യൂറോളജിക് പെയിൻസും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ഇൻ കേസസ് ദാറ്റ് ആർ സൈക്കോട്ടിക്, തുജ ഈസ് എസ്പെഷ്യലി എ ഗ്രാൻഡ് റെമഡി. സൈക്കോട്ടിക് ആയിട്ടുള്ള അവസ്ഥകളിൽ തുജ വളരെ വിലപ്പെട്ട, വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണ്. യു വിൽ ഹാവ് എ ക്ലാസ് ഓഫ് കേസസ് വേർ ദ വാട്ട്സ് ഹാവ് ബീൻ കോസ്ഡ് ടു ഡിസപ്പിയർ ബൈ കലോമൽ, വിച്ച് മേക്സ് ദം ഷ്രിവൽ അപ്പ് ആൻഡ് ഫാൾ ഓഫ്, സച്ച് ഈസ് ദ ഓൾഡ് സ്കൂൾ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ തുജയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടുപോലെ പറഞ്ഞു വരുന്ന കാര്യമാണ് ഈ വാട്ട്സിൻ്റെ ചികിത്സയിൽ. എല്ലാ വാട്ട്സും കവർ ചെയ്യുന്നില്ല, നല്ലൊരു വിഭാഗം വാട്ട്സിനെയും തുജ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് പഴയ കാലത്തെ ചികിത്സാ രീതി അനുസരിച്ച് കലോമലോ, ഇന്നത്തെ രീതിയിലാണെങ്കിൽ മറ്റ് പല രീതികളിലോ കരിച്ചു കളയാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇതിനെ റിമൂവ് ചെയ്തതിൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെ ഫോഴ്സ്ഫുള്ളി അലോപ്പതിക്കലി റിമൂവ് ചെയ്തതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. Sometimes a patient comes to you with erratic symptoms and you may study for hours over these symptoms and see very little order in them. You will realize that the leading features have been left out and that something is lacking. അപ്പോൾ ചില രോഗികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സിംറ്റംസ് ക്ലിയർ ആവുന്നില്ല. സിംറ്റംസ് എറാറ്റിക്കാണ്, എറാറ്റിക്കാനുള്ള സിംറ്റംസാണ് വരുന്നത്. അതിൻ്റെ ഓർഡറിൽ നമുക്ക് കിട്ടുന്നില്ല. നേരത്തെ സൾഫറിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരു ക്ലൗഡിലൂടെ കാണുന്ന പോലെ അവസ്ഥ. അപ്പോൾ എറാറ്റിക്കായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതേപോലെ തുജയെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ കുറവുണ്ട്, എന്തോ പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. എന്താ, someone has applied nitric acid, calomel or something else and driven these figures away. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. സൾഫറിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തൊലിയിലുള്ള മറ്റ് ഇറപ്ഷൻസിനെയൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ടോ മറ്റെന്തെങ്കിലും സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ ഇറേസ് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതുപോലെ ഇവിടെ വാട്ട്സിനെ ഇതേപോലെ അലോപ്പതിക്കലി റിമൂവ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ രോഗി പറയും, ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇത് കലോമൽ പുരട്ടി, അത് പുരട്ടി, ഇത് പുരട്ടി, അല്ലെങ്കിൽ മറ്റെന്തോ ലേസർ ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ കളഞ്ഞ പിന്നെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ. ദീസ് കോണ്ടിലോമാറ്റ കുഡ് നോട്ട് കം വിത്തൗട്ട് ഹാവിങ് സം കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്. ദീസ് വാട്ട്സ് ഹാവ് എ കോസ് ആൻഡ് ദാറ്റ് കോസ് സീംസ് ടു ബി ലെസ് ഏബിൾ ടു മേക്ക് ദ പേഷ്യൻറ്റ് സിക്ക് ഇഫ് ഹി ഹാസ് ദ വാട്ട്സ്. ഹി ഫീൽസ് ബെറ്റർ വെൻ ഹി ഹാസ് ദ വാട്ട്സ്. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, ഈ സ്കിന്നിൽ മറ്റ് ഇറപ്ഷൻസിനെ പോലെ വാട്ട്സ് ഉണ്ടാകുന്നതിന് പിന്നിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള റീസൺ ഉണ്ട്.
ഈ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസ് ഉള്ളപ്പോൾ ഈ ഫണ്ടമെൻ്റൽ കോസ് രോഗിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതിൻ്റെ മാനിഫെസ്റ്റേഷൻ തൊലിപ്പുറമേ ഇങ്ങനെ നിൽക്കും. ഒരു ഓപ്ഷനായിട്ടോ ചൊറിയായിട്ടോ ചിരങ്ങായിട്ടോ അരിമ്പാറയായിട്ടോ ഒക്കെ നിൽക്കും. ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻറ്റേർണൽ ബേസിക് മാലഡിക്ക്, സോറിയോ സൈക്കോസിസോ സിഫിലിസോ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മാലഡിക്ക് ഇവിടെ സൈക്കോട്ടിക് മയാസത്തിന് അതിന് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ സേഫറായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വഴി അടഞ്ഞു. അപ്പോഴാണ് രോഗി മറ്റു പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് വരുന്നത്. സ്ട്രെയിൻസ് ടു സേ, വെൻ ദീസ് വാട്സ് ഹാവ് ബീൻ സപ്രസ്ഡ് we get symptoms of nitric acid, tuja, mercurius and staph aureus. ഈ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനെ സേഫറായിട്ടുള്ള ഈ മാനിഫെസ്റ്റേഷനെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്രസ് ചെയ്യുകയോ ഫോഴ്സിബിളി റിമൂവ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ രോഗി സിക്കാവുന്നു, ബേസിക് മാലഡി മറ്റു തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, രോഗിക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിലാണ് തുജ, നൈട്രിക് ആസിഡ്, മെർക്കുറിയസ്, സ്റ്റാഫിസ് ആഗ്രിയ പോലുള്ള ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. തുജ ലീഡ്സ് ഓൾ മെഡിസിൻസ് ഫോർ സിംറ്റംസ് കമ്മിങ് ഫ്രം സപ്രസ്ഡ് ഫിഗ് വാട്സ്. ഇത്തരം ഔഷധങ്ങളുണ്ടെങ്കിലും സപ്രസ്ഡ് ഫിഗ് വാട്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തുജയാണ്. തുജ ഈസ് pre-eminently a strong medicine when you have a trace of animal poisoning in the history as snake bite, smallpox and vaccination. ഇതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തരികയാണ്. അനിമൽ പോയിസണിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ അനിമൽ പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വാക്സിനേഷൻ കൂടി വരുന്നത്. വാക്സിനുകൾ നിർവീര്യമാക്കിയ അനിമൽ പോയിസണുകളാണ് പലപ്പോഴും. ഇപ്പോൾ റാബിസ് വാക്സിനേഷൻ അത് വളരെയധികം ഡൈല്യൂട്ട് ചെയ്തും മറ്റുമൊക്കെ അതിലെ ജേംസിനെയൊക്കെ നിർവീര്യമാക്കിയാണ്. എന്നാൽ പോലും അതുകൊണ്ടെടുക്കുന്ന വാക്സിനേഷൻ പോലും അടിസ്ഥാനപരമായി അത് അനിമൽ പോയിസണിങ് ആണ്. അപ്പോൾ രോഗിയുടെ ഹിസ്റ്ററിയിൽ സ്നേക്ക് ബൈറ്റോ സ്മോൾ പോക്സോ വാക്സിനേഷനോ പോലുള്ള അനിമൽ പോയിസണിങ് ഉണ്ടെങ്കിൽ തുജ ഈസ് പ്രീഎമിനൻ്റ്ലി എ സ്ട്രോങ് മെഡിസിൻ. സ്ട്രോങ് മെഡിസിൻസ് പലതുണ്ട്, പക്ഷെ പ്രീഎമിനൻ്റ്ലി ദാറ്റ് ഇസ് തുജ സുപ്പീരിയറായിട്ട് നിൽക്കുന്നത്, മുന്നിൽ നിൽക്കുന്നത്, ഒന്നാമതായി നിൽക്കുന്നത് തുജയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം. ഞാൻ നിയമത്തെ അനുസരിച്ചുകൊണ്ട് 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ വാക്സിനേഷൻ സ്വീകരിച്ച് വാക്സിനേഷൻ പോകുമ്പോൾ തന്നെ 1 ഡോസ് തുജ പൊതിഞ്ഞ് പോകലിട്ടുണ്ടോ പോയിരുന്നു. വാക്സിനേഷൻ കഴിഞ്ഞ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയും. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പാരാസെറ്റമോളും തന്നു വിട്ടു വരും. ആ പാരാസെറ്റമോൾ വാങ്ങി അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഈ തുജ നാവിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ടാണ് പോയിരുന്നത്. എൻ്റെ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആ വാക്സിനേഷന് ആൻഡോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു. ആരൊക്കെ അത് ശ്രമിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും വാക്സിനേഷൻ കൊണ്ട് എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഇതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തേക്ക് എനിക്കൊരു പുസ്തകത്തിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 വർഷം മുൻപ്, 14 വർഷം മുമ്പ് എനിക്ക് പോകേണ്ടി വന്നു. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ടൈഫസിനുള്ള ഇതെടുക്കണം, വാക്സിനേഷൻ എടുക്കണം. വിസയൊന്നും വേണ്ട അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്ന് വിസ ആവണം അറിയുക, $50 വിസ കിട്ടും. പക്ഷേ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വിമാനം കയറണമെങ്കിൽ ഈ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ എറണാകുളത്ത് ചില ആശുപത്രികളിൽ വാക്സിനേഷൻ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചിൻ പോർട്ടിൻ്റെ ഹോസ്പിറ്റലിൽ പോയി എടുത്തത്. എല്ലാ ബുധനാഴ്ചയും മറ്റും എടുക്കും. അതേപോലെ പോകാൻ സമയത്ത് 1 ഡോസ് തുജ എടുത്ത് പോകലിട്ടുകൊണ്ട് പോയി വാക്സിനേഷൻ എടുത്തു. അതിൻ്റെ 70 രൂപ അതിന് ഫീസ് അടക്കണം. ഫീസ് അടച്ചു. പുറത്തേക്ക് ഇറങ്ങി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തുജ കഴിച്ചു പോകുന്നു. അപ്പോൾ ലൈഫ് ലോങ് ആണെന്നാണ് പറയുന്നത്. ഇനി ആയുഷ്കാലത്ത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് പോകാൻ
ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മതി. പക്ഷേ അരമണിക്കൂറിനപ്പുറം അതിന് ആക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്, ഞാനത് പ്രയോഗിക്കുന്നതായിട്ട് കാര്യമാണ്. എനിക്കറിയാം ധാരാളം ഹോമിയോപാസ് ഈ കോവിഡ് വാക്സിനേഷൻ്റെ കാലത്ത് അവർ വ്യക്തിപരമായിട്ടും അവരെ ആശ്രയിക്കുന്ന അവരുടെ വിശ്വാസമുള്ള രോഗികൾക്കും ഇത് കൊടുത്തിട്ടുള്ളതായിട്ടും എനിക്കറിയാം. There are probably several varieties of urethral discharges, but there is one that is psychotic, and when that has been suppressed, it has produced a miasm with soreness in the bottom of the feet and in the knees, and particularly through the back and loins and sciatic nerves in the knees and ankle joints. അപ്പോൾ യുറീത്രൽ ഡിസ്ചാർജസ് ധാരാളമുണ്ട്. അതിലൊന്ന് സൈക്കോട്ടിക്കാണ്. ആ സൈക്കോട്ടിക്കായിട്ടുള്ള യുറീത്രൽ ഡിസ്ചാർജിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന കുറേ പ്രശ്നങ്ങളാണ് പറയുന്നത്. കാൽ വെള്ളങ്ങളുടെ അടിയിൽ സോർണസ്, കാൽമുട്ടുകളിൽ സോർണസ്, വിശേഷിച്ചും നമ്മുടെ പിൻഭാഗത്തുകൂടെ ലോയിൻസ്, അരക്കെട്ട്, സിയാറ്റിക് നെർവ്, മുട്ടുകൾ, ഇവിടെയൊക്കെ ആംഗിൾ ജോയിൻസ്, ഇവിടെയൊക്കെ പെയിൻസ്, സോർണസ് അങ്ങനെ ഉണ്ടാക്കുന്നൊരവസ്ഥ. അത് ത്വച കവർ ചെയ്യും. സംടൈംസ് ഇറ്റ് അഫക്ട്സ് ദ അപ്പർ എക്സ്ട്രീമിറ്റീസ് ബട്ട് പെർട്ടിക്കുലർലി ദ ലോവർ. ചില സമയങ്ങളിൽ ശരീരത്തിന് മേൽഭാഗങ്ങളിലും എഫക്റ്റ് ചെയ്യാം, പക്ഷെ കൂടുതൽ താഴെയാണ്. മോസ്റ്റ് വയലന്റ് അഗ്രവേഷൻ വെൻ കീപ്പിംഗ് സ്റ്റിൽ ലൈക്ക് റസ്, ഗ്രീറ്റ് aching and that increases so long as he keeps still. He is very often compelled to keep the bed and then he constantly moves and turns. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോക്സ് മാതിരി മൂവ്മെൻറ്റ് കൊണ്ട് റിലീഫാണ്, പക്ഷേ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ വർദ്ധിക്കുന്നൊരവസ്ഥയാണ് കീപ്പിംഗ് സ്റ്റിൽ. അതുകൊണ്ടുള്ള അഗ്രവേഷനാണ്. വൈൽ ദിസ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വുഡ് ബി ക്യൂർഡ് ബൈ റസ് വെൻ ദ കോസ് ഈസ് നോട്ട് സൈക്കോട്ടിക്. When these symptoms come from suppressed gonorrhea, Medorn or Thuja will cure. ഈ ഒരു അവസ്ഥ റെസ്റ്റോക്സുമായിട്ട് സാമ്യമുണ്ട്, അതിൻ്റെ മൊഡാലിറ്റിക്കും സാമ്യമുണ്ട്. പക്ഷേ അത് സൈക്കോട്ടിക് ഹിസ്റ്ററിയാണുള്ളതെങ്കിൽ, ഒരു സൈക്കോട്ടിക് ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ സൈക്കോട്ടിക് ബേസിസാണ് ഉള്ളതെങ്കിൽ, അതായത് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ സപ്രസ്ഡ് ഗൊണേറിയ കൊണ്ടാണ് വരുന്നതെങ്കിൽ, സൈക്കോസിൻ്റെ ഹിസ്റ്ററി സൈക്കോട്ടിക് മയാസിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സപ്രസ്ഡ് ഗൊണേറിയ കൊണ്ടാണ് വരുന്നതെങ്കിൽ മെഡോറനം അല്ലെങ്കിൽ ത്വച, മെഡോറനം നോസോഡാണ് എനിക്കറിയാം, അല്ലെങ്കിൽ ത്വച, ഇത് രണ്ടും കൊണ്ട് ക്യൂർ ചെയ്യുള്ളൂ. അവിടെ മൂവ്മെൻറ്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റെസ്റ്റോക്സിന് അവിടെ റോളില്ല. ത്വച എൻറ്റേഴ്സ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ സ്ഫിയർ ആൻഡ് ടേക്സ് ഹോൾഡ് ഓഫ് ദിസ് പർട്ടിക്കുലർ കേസ് വേർ സൈക്കോസിസ് അറ്റ് ദ ബോട്ടം. അടിത്തട്ടിൽ കിടക്കുന്നത് ബേസിക് മാലഡി സൈക്കോസിസ് ആണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ റെസ്റ്റോക്സ് പോലുള്ള ഔഷധങ്ങൾക്ക് കാര്യമില്ല. ത്വചയാണ് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഹീൽ ചെയ്യുന്നത്. സംടൈംസ് വെൻ ദ ഡിസ്ചാർജ് ഹാസ് ബീൻ സപ്രസ്ഡ്, ഓർക്കൈറ്റിസ് കംസ് ഓൺ ആൻഡ് ദെൻ പൾസാറ്റ വിൽ ബി ദ റെമഡി ആൻഡ് വെരി സെൽഡം ത്വച. ചില അവസ്ഥയിൽ ഈ ഗൊണേറിയനെ, പക്ഷേ ആണുങ്ങളിൽ ഗൊണേറിയ ഡിസ്ചാർജിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ വൃഷണ വീക്കമാണ്, ടെസ്റ്റിക്കിൾസിന് വീക്കം, ഓർക്കൈറ്റിസ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പൾസാറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെരി സെൽഡം ത്വച വല്ലപ്പോഴും മാത്രമേ, വളരെ ചുരുക്കമായി മാത്രമേ ത്വച വരുള്ളൂ. അപ്പോൾ ഗൊണേറിയ സപ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും ലോവർ എക്സ്ട്രീമിറ്റീസിലെ പ്രശ്നങ്ങളാണെങ്കിൽ മെഡോർണോ ത്വചയെ വരും. ടെസ്റ്റിക്കിൾസിലെ വീക്കമാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണ വീക്കമാണെന്നുണ്ടെങ്കിൽ അവിടെ പൾസാറ്റിനെയാണ് വളരെ ചുരുക്കമായിട്ട് ത്വച വരികയുള്ളൂ. ത്വച അഫക്ട്സ് ദ ലെഫ്റ്റ് ടെസ്റ്റിക്കിൾ വിത്ത് ഇൻറ്റൻസ് സ്ക്വീസിങ് പെയിൻ, ബട്ട് മോസ്റ്റ് ജനറലി യു വിൽ ഫൈൻഡ് പൾസാറ്റിൽ ദ റെമഡി. അപ്പോൾ ത്വച ചുരുക്കമായിട്ട് വരുന്ന എപ്പോഴാണ്? ലെഫ്റ്റ് ടെസ്റ്റിക്കിളിനെ മാത്രമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഇൻറ്റൻസ് സ്ക്വീസിങ് പെയിൻ ഉണ്ട്. ആ ഒരവസ്ഥയിൽ ത്വചയെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ മിക്കവാറും തന്നെ പൾസാറ്റിലാണ്. ആസ് വി കണ്ടിന്യൂസ് ടു സ്റ്റഡി ത്വച, we see that it has a profound action upon the glands. Stitching, tearing pains in the glands. The pains are as if the gland were being torn into pieces.
ഗ്രന്ഥികളെ പറിച്ച് കീറി ഇങ്ങനെ ചിന്ന ഭിന്നമാക്കി പല കഷ്ണങ്ങളായിട്ട് ഗ്രന്ഥികളെ കീറുന്നത് വരുന്ന വേദന, അങ്ങനെയുള്ള അവസ്ഥ. അത് വളരെ പ്രൊഫൗണ്ട് ആക്ഷൻ ഗ്ലാൻസ് തുജയ്ക്ക് ഉണ്ട്. ദാറ്റ് മേ ബി ട്രൂ ഓഫ് ഗ്ലാൻഡ്സ് ഇൻ ജനറൽ. പൊതുവേ ഗ്ലാൻഡുകളെ കുറിച്ച് പറയാം. ബട്ട് വൺ പർട്ടിക്കുലർ ഗ്ലാൻഡ്, എന്താ, ദ ഓവറി. എല്ലാ ഗ്രന്ഥികളിലും ഉണ്ടാകാം ഈ ടിയറിങ്, സ്ക്വീസിങ് പെയിൻസ് ഒക്കെ. പക്ഷേ ഓവറിയിലാണ് വളരെ വിശേഷമായിട്ട് ഉണ്ടാകുന്നത്. ആണുങ്ങളിൽ സപ്രസർ ഗുണകളിൽ ടെസ്റ്റിക്കിൾസ്, സ്ത്രീകളിൽ ഓവറി. അവിടെയും ഓവറിയുടെ കാര്യത്തിൽ ലെഫ്റ്റ് ആണല്ലോ ഈസ് മോർ അഫക്റ്റ് ദാൻ ഈ അതർ, ആൻഡ് എസ്പെഷ്യലി ഇത് ലെഫ്റ്റ്. ടെസ്റ്റിക്കിൾ ലെഫ്റ്റ് പറഞ്ഞ പോലെ ഓവറിയുടെ കാര്യത്തിലും ലെഫ്റ്റ് ഓവറിനെയാണ് ഇവിടെ ബാധിക്കുന്നത്. This is so true that if you meet a violent pain in the left ovary coming on at the time of menstruation and continuing during the flow and extending down the thighs, but maybe in every direction, it increases as the flow comes on. Stinging, tearing, burning, bursting pains as the parts are being torn out make her cry aloud. She goes into a hysterical stage. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഓവറിയൽ പെയിൻ എസ്പെഷ്യലി എങ്ങനെയാണ് ഈ മെൻസ്ട്രൽ പീരീഡിൽ വരുന്നു, ഫ്ലോയോടൊപ്പം തുടർന്നു പോകുന്നു. പല പെയിനുകളും ഫ്ലോ വരുമ്പോൾ അമ്യൂറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഫ്ലോയോടൊപ്പം കൊണ്ട് പോകുന്നു. അതെങ്ങനെയാണ് വല്ലാത്ത വേദന, സ്റ്റിങ്ങിങ്, ടിയറിങ്, ബേണിങ്, ബേഴ്സ്റ്റിങ്, എല്ലാത്തരം വേദനകളുണ്ട്. ഈ പാർട്സ്, ആ ഗൈനിക് പാർട്സ് എല്ലാം ഇങ്ങനെ ചിതറിപ്പോകുന്ന പോലുള്ള അത്രയ്ക്ക് ഭയാനക വേദന. ആ സ്ത്രീ അതുകൊണ്ട് കരഞ്ഞു പോകും, ഉച്ചത്തിൽ നിലവിളിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. അന്ന് നിലവിളിക്കുക ഹിസ്റ്റീരിക്കൽ സ്റ്റേറ്റ്, വേദന സഹിക്കുക ഹിസ്റ്റീരിക്കൽ സ്റ്റേറ്റിലേക്ക് പോലും എത്തും. കേട്ടോ, തുജയുടെ എത്ര പ്രൊഫൗണ്ട് ആക്ഷൻ നോക്കി. ദിസ് ഈസ് വെരി സ്ട്രോങ് തുജ ഗ്രൂപ്പ്. ഇത് തുജ ഗ്രൂപ്പിൽ വരുന്ന കാര്യമാണ്. ഇറ്റ് ഹാസ് ദ ഓപ്പോസിറ്റ് ഓഫ് സിങ്ക്. സിങ്കിൻ്റെ നേരെ വിപരീതമാണ് ലാക്കസ്. സിങ്ക് ആൻഡ് ലാക്കസ്, സിങ്കിനും ലാക്കസിന് നേരെ വിപരീതമാണ്. For in these reliefs come with the flow. തുജയുടെ കാര്യത്തിലും അല്ല തുജ ഗ്രൂപ്പ് ഓഫ് റെമഡീസിൻ്റെ കാര്യത്തിലും ഫ്ലോ വരുന്നതോടുകൂടി വേദനയ്ക്ക് യാതൊരു ശമനമില്ല. പക്ഷേ ഫ്ലോ വരുമ്പോൾ വേദനയ്ക്ക് ശമനം ഉണ്ടെങ്കിൽ അവിടെ സിങ്കവും ലാക്കസസുമാണ് വരുന്നത്. കാരണം അത്ര ഭംഗിയായിട്ട് നിങ്ങൾ ഒരു ഔഷധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട മറ്റു ഔഷധങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു പോകും. ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ മഹത്വം നിങ്ങളുടെ പ്രാക്ടീസിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. മെനി വുമൺസ് സഫറിങ് ഫ്രം ഗ്രംബ്ലിംഗ് പെയിൻസ് ഇൻ ദ ഓവറീസ് all the time. They have a sense of the organ which they should not feel. Pain from taking cold or in the change of weather. The increase of the pain in the left ovary is at the first sign. Sometimes the pain is so severe that the right one suffers apparently from sympathy. അപ്പോൾ നമുക്കൊരു ആന്തരിക അവയവം, നമ്മൾ ആന്തരിക അവയവം ഉള്ളതായിട്ട് നമുക്ക് ഒരു അനുഭവം. നമ്മൾ ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, സ്ത്രീകൾക്കാണെങ്കിൽ ഇന്നലുള്ള ഓവറി ഉണ്ട്, ലിവറുണ്ട്. നമ്മളിതൊന്നും ഫീൽ ചെയ്യുന്നില്ല ഉള്ളതായിട്ട്, എവിടെ ഇരിക്കുന്നതൊന്നും അറിയില്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ മൂലം നമുക്കൊരു ഓർഗനോട് ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ ഹൃദയത്തിൽ വേദന വരുമ്പോൾ ഹൃദയം ഉണ്ടെന്ന് അറിയുന്നു, ശ്വാസകോശത്തിൽ വേദന വരുമ്പോൾ ശ്വാസകോശം ഉണ്ടെന്ന് മനസ്സിലാക്കും. അതേപോലെ ഓവറി അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നൊരവസ്ഥ. ഗ്രംബ്ലിംഗ് പെയിൻ വല്ലാത്തൊരു വേദനയാണ്. ഇത് ലെഫ്റ്റിലാണ്, മറ്റേ നമ്മൾ പൊതുവെ പറയുന്ന പോലെ ലെഫ്റ്റിലാണ് വരുന്നത്. പക്ഷെ ചിലപ്പോൾ സിമ്പതി കാരണം വലതിലും വരാം. അത് വാസ്തവത്തിൽ അതൊരു അഫെക്ഷൻ, അത് സിമ്പതിയാണ്. നിങ്ങൾ സിമ്പതിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. ലിറ്റററി മീനിങ് അല്ലത്. ഇടതുവശത്തിനുണ്ട് അതിൻ്റെ ഒരു പെയർ, അതിൻ്റെ ജോഡിയും അത് അനുഭവിക്കുന്നു. സിമ്പതി സംഭവിക്കാം. സിമ്പതിയിലൂടെ വലത് ഓവറിക്കും ഉണ്ടാകാം. Where the ovaries have been affected for some time, there will be mental symptoms. ഓവറി അഫക്റ്റ് ചെയ്യുമ്പോൾ മെൻ്റൽ സിംറ്റംസ് വരുന്നു. ഹിസ്റ്ററിക്ക് അഫക്ഷൻ ഉണ്ട്. ദ മോസ്റ്റ് വയലൻ്റ് ഇറിറ്റബിലിറ്റി, വല്ലാതെ വയലൻ്റായ ഇറിറ്റബിലിറ്റി, ജലസി കേട്ടോ, ജലസി, കോറൽസം, അഗ്ലിനെസ് എല്ലാം വരുന്നുണ്ട്. ദിസ് ഇറിറ്റബിലിറ്റി ഈസ് ലൈക്ലി ടു ബി ഷോൺ ടുവേർഡ്സ് ഇൻഡിവിജ്വൽസ് അബൌട്ട് ദ ഹൗസ്, ടുവേർഡ്സ് ദ ഹസ്ബൻഡ് and the mother. She is yet able to control herself among
strangers and the doctor may not be able to find out about it. എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്, ജലസി ഉണ്ട്, കോറൽസമാണ്, അഗ്ലിനെസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ വീട്ടിലേ കാണിക്കുള്ളൂ. പുറത്തോട് വളരെ ഡീസൻ്റായിരിക്കും, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ വളരെ ഡീസൻ്റാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് ഈ സിംറ്റം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബൈസ്റ്റാൻഡേഴ്സിനോട്, ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കണമെന്ന് പറയാൻ കാരണം. ഇത് തിരക്കുള്ള ഡോക്ടർമാർക്ക് ഇതൊന്നും സാധിക്കില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ചെയ്യണം. നമ്മളൊരു അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സൊക്കെ നമ്മൾ അസിസ്റ്റൻറ്റ് നേഴ്സിനെ എഴുതി അവരെ കൊണ്ട് കേസ് എടുപ്പിച്ചെങ്കിലും ചെയ്യണം. കാരണം അല്ലെങ്കിൽ വിലപ്പെട്ട ഒരുപാട് സിംറ്റംസ് കിട്ടാതെ പോകും. ആ ഹോമിയോപ്പതിയുടെ ആ ഒരു സ്കോപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകും. ബിക്കോസ് ഷീ ഹാസ് ഇൻ ഹെർ നേച്ചർ എ ഡിസ്പോസിഷൻ ടു ചീറ്റ്. ഷീ വാണ്ട്സ് ടു ബി എലോൺ ആൻഡ് ടേക്സ് upon herself fixed ideas that she is pregnant or that an animal is in her bowels. She feels the motion of a child's arm, thinks she is followed, or that someone is walking beside her, thinks that soul and body are separated. ഇത്ര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് ബേസിക് ഒരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഈ ഒരു സപ്രസ്ഡ് ഗോണേറിയ, അതേപോലെ അല്ലെങ്കിൽ ലേറ്റൻറ്റ് സൈക്കോസിസ് ഉള്ളവർക്ക് ഒരു ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പുറമേക്ക് ഇത് കാണിക്കാത്തത്. പുറത്തെ ആൾക്കാരുടെ മുന്നിൽ അവർക്ക് ഇല്ലാണ്ടല്ല, ആ ഫീലിംഗ് ഉണ്ട്, പക്ഷേ കാണിക്കില്ല. അതൊരു ചീറ്റിംഗ് ആണ്. ഇനി വേറെ എന്തൊക്കെയോ വിചിത്രമായ ഇമാജിനേഷൻസ്, ഫിക്സഡ് ഐഡിയാസ്, പ്രഗ്നൻ്റ് ആണെന്നുള്ള ചിന്ത, തൻ്റെ വയറ്റിലൊരു മൃഗമുണ്ടെന്നുള്ള ഒരു തോന്നൽ, വയറ്റിൽ കുട്ടിയുടെ കൈ ചലിക്കുന്നതായിട്ട് തോന്നൽ. ഇനി വേറെ ചിലതുണ്ട്, എന്നെ പിന്തുടർന്ന് ആരൊക്കെ വരുന്നുണ്ട്, എൻ്റെ പിന്നാലെ ആരും വരുന്നുണ്ട്, സമ്മൺ ഈസ് വാക്കിംഗ് ബിസൈഡ്, എൻ്റെ ഒപ്പം ആരോ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ത്രീയുടെ ഫീലിംഗ് പണ്ടിരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗുള്ള സ്ത്രീ. എൻ്റെ സുഹൃത്തായിട്ട്, എറണാകുളത്തെ ഒരു സുഹൃത്തായിട്ടൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, ഡോക്ടർ അജിത് ഭാസ്കർ. വളരെ അടുത്ത സുഹൃത്താണ്. ഞാനൊരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ സൈക്കോളജിയുമായിട്ടും സൈക്കാട്രിയുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹം ചില കേസുകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഈ ഹോമിയോപ്പതിയിൽ താല്പര്യമുള്ളവരെ അദ്ദേഹത്തിന് അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒപ്പം നടക്കുന്നതായിട്ട് തോന്നൽ. അപ്പം ആ പേഷ്യൻ്റോട് ബന്ധപ്പെട്ട് ഒരു കേസുണ്ടായി, അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് കേസിൽ പെട്ടു. അപ്പോൾ അതിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ആ സ്ത്രീയുടെ ഫീൽ ഇതായിരുന്നു, എൻ്റെ കൂടെ ആരോ നടക്കുന്നു. തിങ്സ് ദാറ്റ് സോൾ ആൻഡ് ബോഡി ആർ സെപ്പറേറ്റഡ്. ഉണ്ടോ, എൻ്റെ ആത്മാവും ശരീരവും വേർപെട്ട് പോയി. ആത്മാവ് ഒരു വഴിക്ക്, ശരീരം വേറൊരു വഴിക്ക്. നോക്കൂ, സപ്രസ്ഡ് മയാസംസ് എത്ര പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നു. നമ്മൾ മാനസിക പ്രശ്നങ്ങളെയും നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, ഫാമിലി ഹിസ്റ്ററിയൊക്കെ എടുത്ത് ഫാമിലിയുള്ളവരോടൊക്കെ സംസാരിച്ച്, അവർ ഡോക്ടറുടെ മുന്നിലോ സമൂഹത്തിന് മുന്നിലോ കാണിക്കാത്ത സിംറ്റംസൊക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിക് മാലഡിയെ ഇതേപോലുള്ള ആൻറ്റി മാസ്മാറ്റിക് റെമഡീസ് കൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ആളുകളെ, എത്രയോ ബുദ്ധിമുട്ടുകൾ, ശാരീരികവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഔഷധങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അത് നന്നായിട്ട് വിവേകപൂർവ്വം ഉപയോഗിക്കുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, ത്വചയെക്കുറിച്ചുള്ള വിലപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇതുവരെ ഇത് ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.